കേന്ദ്ര സർക്കാരിന്റെ വിവിധ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന ദേശീയ പണിമുടക്കിൽ കേരളം സ്തംഭിച്ചേക്കും. ഫെബ്രുവരി 12 വ്യാഴാഴ്ചയാണ് ദേശീയ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമിതി പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പണിമുടക്കിന് CPM പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംഘടനകളും പങ്കെടുക്കുന്നതോടെ കേരളത്തിൽ പണിമുടക്ക് ബന്ദിന് സമാനമാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തിനാണ് പണിമുടക്കെന്നും ആരൊക്കെയാണ് സമരത്തിൽ പങ്കെടുക്കുന്നതെന്നും അറിയാം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി നിർദ്ദേശം പിൻവലിക്കുക, പൊതുമേഖലാ ഓഹരി വിൽപ്പനയും ആസ്തി വിൽപ്പനയും അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളുയർത്തിയാണ് 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളും വിവിധ മേഖലകളിലെ ഫെഡറേഷനുകളും ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത 4 ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന് തന്നെയാണ് സമരത്തിലെ പ്രധാന ആവശ്യം. TUCC, സേവ, AICC, TU, LPF, UTUC എന്നീ തൊഴിലാളി സംഘടനകളാണ് ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. സംയുക്ത കിസാൻ മോർച്ച പൊതുപണിമുടക്കിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു. ഇതിനു പുറമെയാണ് CPM പണിമുടക്കിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയത്. പണിമുടക്ക് സമരത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയാണ് അറിയിച്ചത്. രാജ്യത്തിന്റെ സാമ്പത്തിക പരമാധികാരം സംരക്ഷിക്കുക, പൊതുമേഖലയെ സംരക്ഷിക്കുക, തീവ്ര സ്വകാര്യവൽക്കരണത്തിന് തടയിടുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പണിമുടക്ക്. പണിമുടക്കിന് സമ്പൂർണ്ണ വിജയം ഉറപ്പാക്കാൻ ഓരോ പാർട്ടി അംഗവും അവരവരുടെ പ്രവർത്തന മേഖലയിൽ സജീവമായി ഇടപെടണമെന്നും MA ബേബി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ പണിമുടക്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടഞ്ഞു കിടന്നേക്കും. അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് സംയുക്ത സമരസമിതി നേതാക്കൾ പറയുന്നത്. കേന്ദ്ര തൊഴിലാളി സംഘടനകൾക്കും ദേശീയ ഫെഡറേഷനും പുറമെ ബാങ്ക്, ഇൻഷുറൻസ്, കേന്ദ്ര സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ദേശീയ പണിമുടക്കിൽ കേരളത്തിലെ എല്ലാ തൊഴിൽ മേഖലയും നിശ്ചലമാകുമെന്നാണ് സമരസമിതി നേതാക്കൾ പറയുന്നത്. കർഷക മോർച്ചയും മഹിളാ, യുവജന, വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ വിവിധ തൊഴിൽ മേഖലകളായ കശുവണ്ടി, കയർ, കൈത്തറി, മത്സ്യബന്ധനവും വിപണനവും, സംസ്ഥാനത്തെ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളിലും കടകമ്പോളിലും പണിയെടുക്കുന്നവരും, തുറമുഖം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വകാര്യ വ്യവസായങ്ങൾ, കയറ്റിറക്കി തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, സ്കീം വർക്കർമാർ, ലോട്ടറി, തൊഴിലുറപ്പ്, ടെലികോം, വൈദ്യുതി, മോട്ടോർ വാഹനങ്ങൾ, ഓൺലൈൻ വ്യാപാരം, IT മേഖല തുടങ്ങി എല്ലാ രംഗങ്ങളിലും തൊഴിലാളികൾ 24 മണിക്കൂർ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്. പൊതുപണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് ഒരു വിഭാഗം ബാങ്ക് ജീവനക്കാരും അറിയിച്ചിട്ടുണ്ട്. ബാങ്കിംഗ് മേഖലയിലെ പ്രത്യേക ആവശ്യങ്ങൾ ഉന്നയിക്കാനുമാണ് പണിമുടക്കിന്റെ ഭാഗമാകുന്നതെന്നാണ് ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ പറയുന്നത്. ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ, ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ, ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളാണ് സംയുക്തമായി പണിമുടക്കിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത്. ബാങ്കിംഗ് മേഖലയിലെ ജീവനക്കാർ പണിമുടക്കിൽ പൂർണ്ണമായി സഹകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന് പണിമുടക്ക് നോട്ടീസും നൽകി കഴിഞ്ഞു. പത്രമാധ്യമ രംഗത്തെ ജീവനക്കാർ പണിമുടക്കിൽ അണിനിരക്കുമെന്ന് സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. LDF സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന മേഖലാ പ്രചരണ യാത്രകൾ ഫെബ്രുവരി 12 പണിമുടക്ക് ദിവസം മാറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. ഏരിയ മണ്ഡലം അടിസ്ഥാനത്തിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 12 മുമ്പ് വാഹന പ്രചരണ യാത്രകളും വിളംബര യാത്രകളും സംഘടിപ്പിക്കും. പൊതുപണിമുടക്ക് രാജ്യത്തെ മെട്രോ നഗരങ്ങളെയും ബാധിച്ചേക്കും. രാജ്യത്തെ പ്രധാന IT നഗരങ്ങളൊന്നായ ബംഗളൂരുവിനെ പണിമുടക്ക് ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പൊതുപണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് ഓൾ ഇന്ത്യ സെൻട്രൽ കൗൺസിൽ ഓഫ് ട്രേഡ് യൂണിയൻസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. AICCTU സംഘടിപ്പിച്ച കൺവെൻഷനിലാണ് പൊതുപണിമുടക്കിനെ പിന്തുണയ്ക്കാനുള്ള നിലപാട് സ്വീകരിച്ചത്. കൺവെൻഷനിൽ ഫാക്ടറികൾ ഉൾപ്പെടെ വിവിധ മേഖലയിൽ നിന്നുള്ള തൊഴിലാളികൾ പങ്കെടുത്തു. പൊതുപണിമുടക്കിനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തോടെയാണ് കൺവെൻഷൻ അവസാനിച്ചത്. ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ പുതുയുഗമാണ് രാജ്യവ്യാപക പണിമുടക്കുകളെ തുടങ്ങുന്നതെന്നാണ് CITU ജനറൽ സെക്രട്ടറി എളമരം കരീം പറയുന്നത്. CITUവിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ 3000 കേന്ദ്രങ്ങളിൽ സമരം സംഘടിപ്പിക്കും. ലക്ഷക്കണക്കിന് തൊഴിലാളികൾ തെരുവിലിറങ്ങും. സംയുക്ത കിസാൻ മോർച്ചയുടെയും വിവിധ കർഷക സംഘങ്ങളുടെയും പിന്തുണയോടെയായിരിക്കും സമരം. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സംസ്ഥാനതല കൺവെൻഷനുകൾ, യൂണിറ്റ് യോഗങ്ങൾ എന്നിവയും പ്രചാരണ പരിപാടികൾ നടക്കുന്നുണ്ടെന്നും എളമരം കരീം പറഞ്ഞു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.